സാധാരണ എല്ലാ രാജ്യങ്ങളും നമ്മളെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുമെങ്കിൽ ഞാൻ അസർബൈജാനിലെ ഗ്രാമത്തിലേക്ക് കയറി കണ്ട സമയത്ത് നേരെ തിരിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഒരു സഭ കൂടിയിരിക്കുന്നു, ഒരു ചെറിയൊരു കടയിൽ നമ്മളോട് രൂക്ഷമായ ഒരു നോട്ടം, ഒട്ടും പ്ലീസിങ് അല്ലാത്തൊരു ബിഹേവിയറാണ് നമുക്ക് വന്നത്. അപ്പം എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്തായിട്ട് എന്തോ ഒരു ചെറിയ രീതിയിലൊരു ഡിബേറ്റ് അവിടെ നടന്നു. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെയാണ് മനസ്സിലായത് അത് സംസാരിച്ച് വേറൊരു ലെവലിലേക്ക് എത്തുന്ന രീതിയിലായി. അതായത് ഇന്ത്യനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയും, സ്വാഭാവികമായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷനും അവരുടെ രാജ്യങ്ങള് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ റൂം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഗബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാറൊക്കെ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂർ ഒരു മലകയറ്റാണ്. അത് ഗംഭീരമായിട്ടുള്ള ഒരു യാത്രാ സൗകര്യമുള്ള റോഡാണ്, ഹൈവേ ആണ്. അപ്പം നമ്മൾ ഈ ഒരു ബാക്കു സിറ്റി കഴിഞ്ഞ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ചുറ്റും മലകൾ തന്നെയാണ്. അതായത് മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന മലകളാണ്. അങ്ങനെ ഒരു ഉദ്ദേശം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത സമയത്ത് പിന്നെ കാണുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ കുറേ ഹട്ടുകൾ വച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡിനുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആ ഒരു ക്ലൈമറ്റിൽ ഹട്ടുകളൊന്നും തുറന്ന് പ്രവർത്തിയില്ല, കാരണം ഇങ്ങനെ സ്റ്റോവ് വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും കുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു 4-4.25 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ ഗബാലയിൽ എത്താനായിട്ട്. ഗബാലയിൽ എത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ലഞ്ച് കഴിക്കാനായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ച ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്താനുണ്ടായത്. കാരണം കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന സ്ഥലം, അതിൽ കൂടെ ചെറിയ അരുവികളൊക്കെ വരുന്നു. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഹട്ട് പോലുള്ള ഒരു റൂമുകളായിരുന്നു. അവിടെ നമ്മൾ ഭക്ഷണം ഒരു പ്ലേറ്ററാണ് വിഭവമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആ പ്ലേറ്റർ വിഭവം എന്ന് പറയുന്നത് ചിക്കൻ, മട്ടൻ, അങ്ങനെ പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ സമയത്ത് ഇനി ഒട്ടും നമുക്ക് സമയം കളയാനില്ല. നേരെ വാനിൽ നേരെ തുഫാൻ ഡാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൻ ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ മൗണ്ടൻ റിസോർട്ട് എന്നും പറയാം, അവിടേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കേബിൾ കാറിലൂടെയാണ് പോകേണ്ടത്. അതായത് 2 സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിൽ സെക്കൻഡ് സ്റ്റേഷൻ കഴിഞ്ഞാലാണ് ഏറ്റവും മുകളിലേക്ക് എത്തുക. അപ്പം ഞങ്ങളവിടെ വാൻ നമ്മളവിടെ എൻട്രൻസിൻ്റെ അവിടെ നിർത്തി. അവിടെ നമുക്ക് കേബിൾ കാറിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനും താമസമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി. കേബിൾ കാറിൽ കയറുമ്പോഴും വളരെ സൂക്ഷിക്കണം, കാരണം കേബിൾ കാർ ഇങ്ങനെ വന്നിട്ട് നിൽക്കല്ല ചെയ്യുക, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ശരിക്കും സ്നോ ഒക്കെ വീണ് വെറ്റായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളത് സൂക്ഷിച്ച് വേണം നമ്മൾ കയറാനും ഇറങ്ങാനും. അപ്പോൾ അതെല്ലാം ലൈല വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരോ കേബിൾ കാറിൽ 4-5 പേരായിട്ടാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തിക്കഴിയുന്ന സമയത്ത് സെക്കൻഡ് സ്റ്റേഷനാണ് ശരിക്കും നമ്മൾ മല കയറുന്നതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റിയത്. കാരണം അത്ര കുത്തനെയുള്ള ഒരു മലകയറ്റായിരുന്നു. പിന്നെ നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ ഇറങ്ങി. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നല്ല കയറി. ഞങ്ങൾ അത്യാവശ്യം അവിടെ സ്നോബോളൊക്കെ ഉണ്ടാക്കി ഞങ്ങളവിടെ മഞ്ഞിൽ കളിക്കുകയൊക്കെ ആയിരുന്നു കുറേ നേരം. അവിടെ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട്, അതും ഞാൻ നിങ്ങളോട് ഇതിനൊപ്പം തന്നെ പറയാം. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് സ്നോ ഒക്കെ വീണിങ്ങനെ വഴുതി നിൽക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുകയുണ്ടായിരുന്നുള്ളൂ, കാരണം അത്രയും സ്നോ ഉള്ള ഒരു സമയമാണ്. അതിനുശേഷം ഞങ്ങൾ ഇതേപോലെ തന്നെ വന്ന പോലെ തന്നെ കേബിൾ കാറൊക്കെ ഇറങ്ങി നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്കാണ് എത്തുന്നത്. ഈ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ തന്നെ അതൊരു ഗംഭീര ഹോട്ടലാണ്. കാരണം ഗബാല ഗാർഡൻ ഹോട്ടൽ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അതൊരു 5 സ്റ്റാർ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് അവിടെ എത്തിയ സമയത്താണ് നമ്മൾ, അതുവരെ ലൈല ഞങ്ങളോടത് പറഞ്ഞില്ല. അന്ന് താമസിക്കുന്ന എല്ലാവർക്കും ടർക്കിഷ് ഹമാം ഫ്രീ ആണ്, കോംപ്ലിമെൻ്ററി ആണ്. അതേപോലെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ചൂടാക്കി വെച്ചിട്ടുള്ള സ്വിമ്മിംഗ് പൂളും അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ടർക്കിഷ് ഹമാം ഞങ്ങൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവം? നമ്മൾ കേട്ടിട്ടുണ്ട് തുർക്കിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ടർക്കിഷ് ഹമാം, നമ്മളെ തേച്ചൊരച്ച് കുളിപ്പിക്കുന്ന ഒരു സംഭവം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ആദ്യം ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പം റൂമിൽ ചെക്കിങ് കഴിഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ പോലെ ബാഗൊക്കെ വെച്ച് നമ്മൾ വേഗം തന്നെ ഞങ്ങൾ ഈ 13 പേരും ഇറങ്ങി ടർക്കിഷ് ഹമാം എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പം നോക്കിയ സമയത്ത് നല്ല ചൂടാക്കി വെച്ചിട്ടുള്ള മാർബിളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഏരിയ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പൊക്കെ പോയി. അപ്പോൾ അവരൊരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടർക്കി ടവൽ പോലെ നമുക്ക് തന്നു. അതിനുശേഷം നല്ല സുഖകരമായ, ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ടർക്കിഷ് ഹമാമിലൊരു കുളി അനുഭവിച്ചു. നല്ല മസാജ് എല്ലാം കിട്ടി, നമ്മൾ ഒരു ഗംഭീര അനുഭവം. അപ്പോൾ ഒരു ആവി കയറ്റി വെച്ചിട്ടുള്ള ഒരു റൂം പോലെ നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ടർക്കിഷ് ഹമാമൊക്കെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. കുറച്ച് പേരൊക്കെ സ്റ്റീംഡ് ആയിട്ടുള്ള പൂളിൽ കുറച്ച് സമയം ചെലവഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഒരു ലോങ് ആയിട്ടുള്ള യാത്രയാണ്. നമ്മൾ സുഖകരമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു 5:30-6 മണിയായ സമയത്ത് ഞാൻ ആ ബാൽക്കണി തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മഞ്ഞ. ബാൽക്കണിയിൽ കംപ്ലീറ്റ് മഞ്ഞാണ്, പുറമെ ഒക്കെ മഞ്ഞാണ്. നല്ലൊരു ഭംഗിയുള്ള, നല്ല തണുത്ത, എന്നാലും നല്ല സൗന്ദര്യമുള്ളൊരു അന്തരീക്ഷം. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ അധികം സമയം ചെലവഴിക്കാനില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇന്ന് 1-2 കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ബാക്കുവിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്നൊരു ലോങ് ഡേ ആണ്. അപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നേ വരെ, അതായത് ഞങ്ങൾ ഈ 13 പേരും ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരുന്നു ഗബാല ഗാർഡൻ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് എത്ര ഐറ്റം, ലൈവ് സ്റ്റേഷൻ ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഒന്നും വേണ്ട. ഏറ്റവും രസമുള്ള ഒരു കാഴ്ച കണ്ടത് ഹണി കോംബ് ഉണ്ടല്ലോ, ആ ഹണി കോമ്പാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിന്ന് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഹണി എടുക്കാം. ഞാൻ ഇന്നേ വരെ ഇത് കണ്ടിട്ടില്ല ആ സംഭവം. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് നുഹൂർ ലേക്ക് കാണാനായിട്ടാണ്. ഈ നുഹൂർ ലേക്കും ഈ പറഞ്ഞ പോലെ ഒരു 260 ഹെക്ടറോളം വലിപ്പമുള്ള ഒരു സ്ഫടിക സമാനമായിട്ടുള്ള ഒരു ലേക്കാണ്. അതിൽ പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. കാരണം ചെറിയ ഫുഡ് സ്റ്റോളുകൾ അവിടെയുണ്ട്, സൊവനിയേഴ്സ് വിൽക്കുന്ന കടകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് നമുക്ക് അവിടെ ചെയ്യാം, ഹോഴ്സ് റൈഡിങ് നമുക്ക് ചെയ്യാം, അങ്ങനെ പല, അതായത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ ആ ഒരു നമ്മുടെ സ്ഫടിക തുല്യമുള്ള ആ ഒരു ജലത്തിൽ നമുക്ക് ആ മൗണ്ടൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ കാണാം. നല്ല രസമുള്ള ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. അപ്പോൾ അതേപോലെ ഒരു 4-5 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബാക്കുവിലെ ഹോട്ടലിൽ എത്തിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇന്ന് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ബാക്കു സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഫയർ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മൗണ്ടൻ ആണ്. ആ മൗണ്ടൻ്റെ അടിഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഭൂമികുലുക്കത്തിൻ്റെ സമയത്ത് ഒരു പാറ അകന്നു വരികയും ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്യാസ് ഉള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അപ്പോൾ ആ താഴത്ത് കൂടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല ശരിക്കും ഫയർ മൗണ്ടൻ തന്നെയാണ്. കൂടാതെ ഒരു മ്യൂസിയം ഒക്കെ അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഫയർ മൗണ്ടൻ. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അത് ഫയർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫയർ ടെമ്പിളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അവിടെയും അഗ്നി തന്നെ. അതായത് അസർബൈജാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലാൻഡ് ഓഫ് ഫയർ എന്നുള്ളത്. അവിടെയും നമ്മൾ അഗ്നിനെയാണ് വർഷിപ്പ് ചെയ്യണത്. അപ്പോൾ പണ്ട് അത് ഒരു കെടാവിളക്ക് പോലെ നാച്ചുറലായിട്ട് വന്നതാണ്. ഇന്ന് പക്ഷേ ഗ്യാസിലൂടെയാണ് ആ ഒരു കെടാവിളക്ക് പോലെ അഗ്നി ഉള്ളത്. അതിൻ്റെ ചുറ്റും എനിക്ക് കാണാൻ സാധിച്ചത് 17th സെഞ്ച്വറിയിലൊക്കെയുള്ള കുറേ കാര്യങ്ങളാണത്. ഗ്ലാസ് ബീഡിംഗ് ഒക്കെ വെച്ചിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ ചുറ്റോട് ചുറ്റും ആ ക്യാമ്പസിൽ കണ്ടത് പഴയ സത്രങ്ങളാണ്. അന്ന് ഈ ട്രേഡ് ചെയ്യാൻ വന്നവരൊക്കെ താമസിച്ചിരുന്ന സത്രമാണ് ഈ ഫയർ ടെമ്പിളിൻ്റെ ഉള്ളിൽ ചുറ്റോട് ചുറ്റും കണ്ടത്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തുകയും 4-ാം ദിവസം
ബാക്കു സിറ്റി ടൂറും ഷോപ്പിങ്ങുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ ദിവസത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഹൈദർ അലിയേവ് സെൻറ്റർ. അതൊരു കൺസേർട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന നല്ല ഭംഗിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി 5ാം ദിവസം നമുക്ക് മടക്കയാത്രയാണ്. പക്ഷേ ഇതിൽ വിൻ്റർ സമയമാണ്. ഒരുപാട് കാഴ്ചകൾ എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്. അത് മാത്രമല്ല സമ്മറിൽ അസർബൈജാൻ എങ്ങനെയാവും എന്നുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ വീണ്ടും അസർബൈജാനിലേക്ക് വരാൻ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് അന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മെയ്യിലാണ് അടുത്ത അസർബൈജാൻ യാത്രയ്ക്ക് എനിക്ക് ഒരു അവസരം ഒരുങ്ങുന്നത്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ കൊച്ചിയിൽ നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിൽ നേരെ ഷാർജ വഴി ബാക്കുവിൽ എത്തുകയുണ്ടായത്. പക്ഷേ അന്ന് പോയതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് കണ്ട ക്ലൈമറ്റേ അല്ല, ഏറ്റവും മനോഹരമായ ഒരു ക്ലൈമറ്റ്. അതായത് നല്ല സമ്മറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പൂക്കളും ചെടികളും എല്ലാം പൂത്ത് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ബാക്കു സിറ്റിയാണ് കാണുന്നത്. കുറച്ച് മാസത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഞാൻ കണ്ടത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ കുറച്ച് കാഴ്ചകളിലേക്കാണ് പോയത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയിലൂടെ നമ്മൾ പോയി. പക്ഷെ ഇത്തവണയും നമുക്കൊരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയ്ഡിൻ ടവറിൽ ഇത്തവണയും നമുക്ക് എൻട്രി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമില്ല, ഈ പ്രാവശ്യമില്ല. അപ്പോൾ അത് കുറച്ച് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ മറ്റുള്ള കുറച്ചും കൂടെ ആക്റ്റീവായ ഓൾഡ് ബാക്കു സിറ്റിയാണ് കണ്ടത്. അവിടെ ഒരു ഫിലിം ഷൂട്ടിംഗ് എല്ലാം കണ്ടു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം നിസാമി സ്ട്രീറ്റിലേക്ക് കയറിയ സമയത്ത് ഞാൻ കണ്ടത് വളരെ വ്യത്യാസമുള്ള ഒരു കാര്യം. അതായത് പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ട് അന്ന് കണ്ട പോലെയല്ല, ഇത് കംപ്ലീറ്റ് ആക്റ്റീവായിട്ടുള്ള ഒരു നിസാമി സ്ട്രീറ്റാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നിസാമി സ്ട്രീറ്റിലൂടെ നമ്മൾ ലേക്ക് ബുളവാർഡിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയ ലിറ്റിൽ വെനീസ്, അതായത് വെനീസ് പോലെ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നമ്മൾ ചെറിയൊരു ഫീസേ ഉള്ളൂ. അവിടുന്ന് നമുക്കൊരു ബോട്ട് റൈഡൊക്കെ ഉണ്ട്. ഒരു വെനീസിൻ്റെ കനാലിലൂടെയൊക്കെ പോകുന്ന രീതിയിൽ ലേക്ക് ബുളവാർഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം ഞാൻ തൊട്ട് പുറകെ തന്നെയാണ് കാർപ്പറ്റ് മ്യൂസിയം. കാർപ്പറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർപ്പറ്റിൻ്റെ വലിയൊരു ശേഖരമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പുറമെ തന്നെ നമുക്കൊരു കാർപ്പറ്റ് ഇങ്ങനെ മടക്കി വെച്ചാലുള്ള പോലത്തെ ഒരു രൂപമാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് ഹോട്ടലിലെത്തി. പക്ഷേ ഇത്തവണ ഹോട്ടൽ ഞങ്ങൾ നിസാമി സ്ട്രീറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഹോട്ടലെടുത്തത്. കാരണം ഇതൊരു സമ്മറാണ്, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് നിസാമി സ്ട്രീറ്റ്. അപ്പം ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. അന്ന് നിസാമി സ്ട്രീറ്റിൽ രാത്രി ഞങ്ങൾ ഒരുപാട് ഒരു ഫുഡ് സെൻറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കണ്ടു. അവിടെ ഒരു ഫുഡിൻ്റെ എക്സ്പോ പോലെ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റിയുള്ള ഫുഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഗബാലയിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ഇത്തവണ ഗബാലയിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സമയം സെയിം തന്നെ, 4-4.5 മണിക്കൂറാണ് എടുക്കുക. പക്ഷേ യാത്രാ അനുഭവങ്ങളും കാഴ്ചകളും എല്ലാം വ്യത്യസ്തമായിരുന്നു. കാരണം ഈ പ്രാവശ്യം നമ്മൾ കാണുന്ന കാഴ്ച കംപ്ലീറ്റ് പച്ചപ്പാണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. കാരണം ഹൈവേസിലൊക്കെ പല ദിക്കിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചില ദിക്കുകളിൽ നിർത്തി നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം ഇപ്രാവശ്യം നമ്മൾ നേരെ ഒരു വൈൻ യാർഡിലാണ് പോയത്. അതായത് ബാക്കുന്ന് ഗബാലയ്ക്ക് അറൗണ്ട് ഒരു 1.5 hours ഒക്കെ നമ്മൾ യാത്ര ചെയ്ത സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ യാർഡ്, ഏക്കർ കണക്കിനാണ് ആ ഒരു വൈൻ യാർഡിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. അവിടെ ഞങ്ങൾ ഇറങ്ങി വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് വൈൻ യാർഡിൽ. അപ്പോൾ
നല്ല നമ്മൾ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ റോസപ്പൂക്കളാണ്. റോസപ്പൂക്കൾ വെച്ചാൽ നല്ല തുടുത്തിരിക്കുന്ന റോസപ്പൂക്കൾ. അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു ലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഗംഭീരമായ ഒരു റെസ്റ്റോറൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വൈൻ ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ 2 രീതിയിലുള്ള വൈൻ വാങ്ങി, അതായത് ഒരു റെഡ് വൈനും ഒരു വൈറ്റ് വൈനും വാങ്ങി. കൂടെ അവരുടെ ഒപ്പം നമുക്കൊരു റൊട്ടി പോലത്തെ കുറച്ച് കട്ടിയുള്ള ഒരു കുബൂസൊക്കെ പോലത്തെ ഒരു കാര്യമുണ്ട്. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് തരിക. അപ്പം നമ്മൾ വൈൻ ടേസ്റ്റ് ഒക്കെ ചെയ്തു. നമ്മൾ വൈൻയാർഡൊക്കെ ചുറ്റി നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ ഗബാലയിലേക്കാണ് പോയത്. ഗബാലയിൽ പോയ സമയത്ത് നമ്മൾ നേരെ നുഹൂർ ലേക്കിലാണ്. നുഹൂർ ലേക്ക് വിൻ്റർ കണ്ടതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത്തവണ നുഹൂർ ലേക്കിൽ ഞങ്ങൾ കണ്ടത് ബോട്ടിംഗ് ഒക്കെ വളരെയധികം സജീവമായിരുന്നു, അന്നത്തെ പോലെ ആയിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു മ്യൂസിഷ്യൻ, അതായത് ഭംഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലും അതിസുന്ദരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ഒരു പ്രത്യേക രീതിയിൽ, ഒരു വീണ അല്ല ഒരു വയലിൻ അല്ലെങ്കിൽ ഒരു വീണ, ആ ഒരു രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഈണത്തിൽ, ഒരു താളത്തിൽ, നല്ല ഒരു രസമുള്ള ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ അതിൽ ഒപ്പം ഡാൻസ് കളിക്കുക ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിൽ, സെയിം ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ, ഗബാല ഗാർഡൻ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ നമ്മൾ ഗബാലയിൽ അന്നത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്ത് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ഇൻസിഡൻറ്റ് നമ്മളെ കുറച്ച് നേരത്തെങ്കിലും ഒരു വേദനിപ്പിച്ച ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് വേറൊരു രാജ്യത്തു നിന്നുള്ളത്, അസർബൈജാനിലെ ആളല്ല, പക്ഷെ വേറൊരു രാജ്യത്തു നിന്നുള്ള ആളാണ്. അവരാണ് നമ്മൾ സെർവ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് സംസാരിച്ച് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്, സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, കേരളയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. പേരൊന്നും ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ 2 പേരും പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്തായിട്ട് എന്തോ ഒരു ചെറിയ രീതിയിലൊരു ഡിബേറ്റ് അവിടെ നടന്നു. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് മനസ്സിലായത് അത് സംസാരിച്ച് വേറൊരു ലെവലിലേക്ക് എത്തുന്ന രീതിയിലായി. അതായത് രാഷ്ട്രീയപരമായ രീതിയിലേക്കായി സംസാരം. അതായത് ഇന്ത്യനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷനും അവരുടെ രാജ്യങ്ങൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നുള്ള ഒരു സംസാര രീതി. ആ ഒരു ഇൻസിഡൻറ്റ് സംസാരിച്ച് വഷളാവും എന്ന് കരുതിയ സമയത്ത് നമ്മൾ ആ ഒരു സംസാരം ബ്രേക്ക് ചെയ്ത് നിർത്തണ്ടായി. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംസാരം, അതായത് എല്ലാ രാജ്യത്തും എല്ലാ ആൾക്കാർക്കും പോവാം, കാഴ്ചകൾ കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. അവിടെ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് വളരെ മോശകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ അവിടുത്തെ റെസ്റ്റോറൻറ്റ് മാനേജറോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങേര് ഇടപെടുകയും ചെയ്തിട്ടാണ് ആ ഒരു പ്രശ്നം ഒരു വഴക്കിലേക്ക് എത്താതെ നീങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റും എല്ലാം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വന്നാലും നമ്മളത് വളരെ ക്ഷമയോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ഗബാലയിൽ വില്ലേജ് കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ കുറച്ചൊരു 10-20 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ വില്ലേജിലേക്ക് പോയി. വില്ലേജിൽ എനിക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ, നമ്മളത് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മൾ സിറ്റിയിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഈ പഴയ ലാഡ കാറുകൾ കണ്ടിരുന്നു. ഈ ലാഡ കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പ്രീമിയർ 118 NE എന്ന് പറഞ്ഞിട്ടുള്ള കാറിൻ്റെ അതേ മോഡലാണ്. ലാഡ കാറുകൾ വളരെ ഫേമസ് ആണ് ആ സാഹചര്യത്തിൽ. റഷ്യയുടെ കീഴിൽ അസർബൈജാൻ എന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റഷ്യൻ കാറാണ് ലാഡ. അതിന്നും ഗ്രാമങ്ങളിലൊക്കെ സുലഭമായിട്ട് ഓടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ ഞങ്ങൾ കാണുന്നത്, സാധാരണ എല്ലാ രാജ്യങ്ങളും നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുമെങ്കിൽ, ഞാൻ അസർബൈജാനിലെ ഗ്രാമത്തിലേക്ക് കയറി കണ്ട സമയത്ത് നേരെ തിരിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാര്യം അവരൊട്ടും നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല. ഞാൻ കണ്ടത് ആരും അങ്ങനെ, എന്താ പറയുക, ഒരു സഭ കൂടിയിരിക്കുന്നു ഒരു ചെറിയൊരു കടയിൽ, നമ്മളോട് രൂക്ഷമായ ഒരു നോട്ടം, ഒട്ടും പ്ലീസിങ് അല്ലാത്തൊരു ബിഹേവിയറാണ് നമുക്ക് വന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം, അപ്പം എൻ്റെ ഒരു മനസ്സിലാഗ്രഹം, എനിക്ക് ട്രഡീഷണൽ ആയിട്ട് വില്ലേജിൽ അസർബൈജാനിലെ ഒരു വീട് കാണണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് അത് സംഭവിച്ചില്ല. അപ്പം ഇത്തവണ നമ്മൾ
നമ്മുടെ കൂടെ വന്ന ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, കാരണം അവരൊരു വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരല്ല, നമുക്ക് അങ്ങനെ ഒരു അവസരം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നമ്മൾ ആ ഗ്രാമത്തിലൂടെയൊക്കെ വണ്ടിയിൽ തന്നെ നമ്മൾ കറങ്ങി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കു പോലത്തെ ഒരു ക്യാപിറ്റലിൽ എല്ലാവരും വളരെ നമ്മളോട് ഹെൽപ്ഫുള്ളാണ്, നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, അതിന് യാതൊരു പ്രശ്നമില്ല. ടൂറിസം അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വില്ലേജിലൊന്നും അവർ ആ ഒരു ടൂറിസം അവർ വെൽക്കം ആയിട്ട് വന്നിട്ടില്ല. ഞാൻ യാത്ര ചെയ്ത സമയത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ചിലപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവാം. പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് ബാക്കുവിലേക്ക് വരുന്ന സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഗബാലയിൽ എത്രയും മുമ്പ് ഒരു ഫോറസ്റ്റിലെ ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യം വന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് അവിടെ. അപ്പോൾ ഒരു ട്രഡീഷണൽ വസ്ത്രധാരണമൊക്കെ ധരിച്ചിട്ടുള്ള കുറേ അമ്മൂമ്മമാരാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽ പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് നമ്മുടെ ചപ്പാത്തി പോലത്തെ ഒരു മാവ്. ആ മാവ് നന്നായി പരത്തിയിട്ട് നല്ല പച്ച ഇലകളൊക്കെ ഇട്ട് ഇറച്ചിയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് മട്ടൻ അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്ത് പരത്തിയിട്ട് കല്ലിൽ ചുട്ടെടുക്കുക. കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി, ആ ഒരു മണമൊക്കെ കണ്ടപ്പോൾ സംഭവം നല്ല വൃത്തിയായിട്ടാണ് സ്ട്രീറ്റ് ഫുഡിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് പോയത് നല്ല മട്ടൻ സ്കിൻ ചെയ്ത് കൊണ്ടുവരിക. വേഗം തന്നെ എല്ലാവരും അങ്ങോട്ട് പോയി. ആ പോയതിന് ശേഷം ആ ഒരു കംപ്ലീറ്റ് മട്ടൻ ഞങ്ങൾ വാങ്ങി അതിൻ്റെ പല പല പീസുകളാക്കി ജസ്റ്റ് ഒരു ഉപ്പും അസർബൈജാൻ്റെ ഒരു ചെറിയൊരു മസാലയും കൂടെ ഇങ്ങനെ തൂവി കല്ലിൽ ചുട്ടെടുത്തൊരു വിഭവം. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. കാരണം ആടിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിലും രുചി ഗംഭീര രുചിയായിരുന്നു. അതും ഈ ചപ്പാത്തിയും കൂടെ അങ്ങോട്ട് കഴിച്ചു. സുബിഷായിട്ട് ഞങ്ങളൊരു ചെറിയ ആടിനെ ഞങ്ങൾ ഇത്രയും പേരും കൂടെ നല്ല സുബിഷായിട്ട് കഴിച്ചു. അതിനുശേഷം 1-2 പേര് ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോയി. അങ്ങനെ ഒരു ഗംഭീരമായ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. നല്ല രീതിയിലുള്ള എന്താ പറയുക, നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള അസറി ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്, ബാക്കു സിറ്റിയിലേക്ക്. അങ്ങനെ ബാക്കുവിൽ ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ കണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതായത് ഈ അസർബൈജാൻ എനിക്ക് നൽകിയ ഒരു എക്സ്പീരിയൻസ് നല്ലതും ചീത്തയും ഉണ്ട്. പക്ഷേ ഒരുപാട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ നമ്മളോടുള്ള സമീപനമാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു ഗംഭീര അനുഭവം തന്നെയാണ് എനിക്ക് ലഭിച്ചത്. കുറച്ചൊക്കെ ചീത്ത അനുഭവങ്ങൾ കിട്ടിയത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, അത് അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാം പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മനോഹരമായ രാജ്യം തന്നെയാണ് അസർബൈജാൻ. അപ്പോൾ 2 സീസണിലും വളരെ അടുത്ത് എനിക്ക് യാത്രകൾ ചെയ്യാൻ സാധിച്ചു. ആ അനുഭവങ്ങളാണ് നിങ്ങളെല്ലാവരുമായിട്ട് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇതിനൊരു അവസരം തന്ന സഫാരി TV ക്കും നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു.